നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നിക്കടാ അവിടെ. എന്താ അമ്മേ? എന്താടാ ഇത്? അത് പുതിയ കമ്പനിയിൽ ജോലിക്ക് ചേരാനുള്ള പേപ്പറുകള്. എവിടെയാ നിനക്ക് ജോലി കിട്ടിയിരിക്കുന്നത്? അടുത്ത് എവിടെയെങ്കിലും ജോലി ചെയ്യാൻ പാസ്പോർട്ടിന്റെ ആവശ്യമില്ലെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. ഞങ്ങളെ തനിച്ചാക്കി പോവാനായിരുന്നല്ലേ നിന്റെ ഉദ്ദേശം? എടാ, നീ ഈ സിറ്റി വിട്ട് പുറത്തെവിടെങ്കിലും ജോലിക്ക് പോകുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ലെന്ന് നിനക്കറിയില്ലേ? എന്നിട്ടിപ്പോ ഈ രാജ്യമേ വിട്ട് പോവാണല്ലേ? ഞങ്ങള് നിനക്ക് അത്ര വലിയ ഭാരമായോണ്ടാണോ നീ ആരോടും പറയാതെ ഒളിച്ചോടുന്നത്? നീ എന്തൊക്കെയാ മോളെ പറയുന്നേ? ഞാൻ ജീവിക്കുന്ന എന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ? പിന്നെ എന്തിനാ നീ ഞങ്ങളെ വിട്ടു പോകുന്നത്? ഇവിടെ കിട്ടുന്ന ശമ്പളം എത്ര കുറവാണെന്ന് നിങ്ങൾക്കറിയില്ലേ? അത് വെച്ച് കുടുംബം നടത്താൻ പറ്റിയെന്ന് വരും. പക്ഷെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കണ്ടേ? ഇവള് കോളേജിലായി. ഇനി ചെലവുകളൊക്കെ കൂടും. വൈകാതെ ഇവളുടെ കല്യാണവും നടത്തണം. അതിനൊക്കെ കാശ് എവിടെ നിന്നുണ്ടാക്കാനാ? ബംഗ്ലാദേശിൽ പോയാ എനിക്കിപ്പോ കിട്ടുന്ന ശമ്പളത്തിന്റെ 3 ഇരട്ടി കിട്ടും. 3 വർഷം അവിടെ ജോലി ചെയ്താ സെറ്റിൽ ആവാനുള്ള കാശ് കിട്ടും. എടാ, നീ പോയ ഞങ്ങളുടെ അവസ്ഥ എന്താവുന്ന നീ ചിന്തിച്ചോ? ഇത്രയും കാലം ഭർത്താവില്ലാതെ ഞാൻ കഷ്ടപ്പെട്ടു. ഇനി മകനും ഇല്ലാതെ ഞാൻ കഷ്ടപ്പെടണോ? അമ്മേ, വെറും 3 വർഷത്തെ കാര്യമുള്ളൂ അമ്മേ. അതങ്ങ് ഓടിപ്പോവും. നീ എന്താ വീണ്ടും 3 വർഷം ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നീ കോൺട്രാക്ട് ഒന്നും ഒപ്പിട്ടില്ലല്ലോ. ഒപ്പിട്ടു. ഇനി അതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. അയ്യോ മോനെ, നീ എന്ത് പണിയാടാ കാണിച്ചത്? നീ ഇങ്ങനെ പുറത്തു പോയി കഷ്ടപ്പെടേണ്ട ഒരാവശ്യം നമുക്കില്ല. നീ ഈ നാട്ടിൽ തന്നെ കുറച്ച് കൂടുതൽ ശമ്പളം കിട്ടുന്ന എന്തെങ്കിലും ജോലിക്ക് പോയാ മതി. ഉള്ളത് കൊണ്ട് നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാം. ഈ വർഷം തന്നെ നിന്റെ കല്യാണം നടത്തണമെന്ന് ഞാൻ തീരുമാനിച്ചതായിരുന്നു. ഇനി തുളസിയോടും കുടുംബത്തോടും ഞാൻ എന്ത് പറയും? മോനെ, ഞങ്ങൾക്ക് കാശും ആർഭാടോ ഒന്നും വേണ്ട. ഞാൻ എന്നോട് കേണപേക്ഷിക്കുക മോനെ. ഞാൻ എന്നോട് കേണപേക്ഷിക്കുക മോനെ. നമുക്ക് ഈ ജോലി വേണ്ട മോനെ. എന്താ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? പുറം രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്ന ആദ്യത്തെ ആളാണോ ഞാൻ? അവരുടെ കുടുംബങ്ങളൊക്കെ സന്തോഷത്തോടെ ജീവിക്കുന്നില്ലേ? ഞാനിത് ചെയ്യുന്നത് നമ്മുടെ കുടുംബത്തിന്റെ നല്ലതിന് വേണ്ടിയിട്ടാ. അതല്ല മോനെ. അമ്മ ദയവ് ചെയ്ത് എന്റെ മുന്നിൽ യാചിക്കരുത്. എനിക്കത് സഹിക്കില്ല. ഈ കാര്യത്തിൽ എനിക്ക് അമ്മ പറയുന്നത് അനുസരിക്കാൻ പറ്റില്ല. എനിക്ക് ബംഗ്ലാദേശിലേക്ക് പോയേ പറ്റൂ. ചേട്ടാ, പ്ലീസ് ചേട്ടാ, പോവല്ലേ. ഞാൻ ഇനി തൊട്ട് ചേട്ടനോട് കൂടുതൽ ബഹുമാനത്തോടെ പെരുമാറിക്കോളാം. വഴക്ക് കൂടാതെ നല്ല കുട്ടിയായിട്ട് നടന്നോളാം. ഞാൻ വേണമെങ്കിൽ ചേട്ടന്റെ കാല് പിടിക്കാം. നീ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? നിന്റെ ധൈര്യവും വാശിയൊക്കെ എവിടെ പോയി? ഞാൻ പോയ അമ്മയുടെ കാര്യങ്ങളൊക്കെ നീ നോക്കുമെന്നാ ഞാൻ കരുതിയത്. എന്നിട്ടിപ്പോ അമ്മയുടെ കൂടെ നീയും കരയാണോ? നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ബംഗ്ലാദേശിലേക്ക് പോവും. ചേട്ടാ, അമ്മേ.
പ്ലീസ് കം. പറയൂ സർ. ഞാനൊരു കാര്യം ചോദിച്ചാ മോഹൻ സിൻസിയറായിട്ട് റിപ്ലൈ തരണം. ഗന്ധർവനെ കുറിച്ച് മോഹൻ എന്താണ് അഭിപ്രായം? ഗന്ധർവനെ പറ്റി ഞാൻ എന്ത് പറയാനാ സർ? ഞാനിതുവരെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യാത്ത ഒരാളെക്കുറിച്ച് എനിക്കെന്ത് പറയാൻ പറ്റും? പാറുവിനെ പ്രേമിക്കുന്ന ഒരുത്തനെന്ന് അവള് വിശ്വസിക്കുന്നുണ്ട്. അത്രമാത്രം എനിക്കും അറിയൂ. ഇപ്പൊ എന്തിനാണ് സാർ അയാളെക്കുറിച്ച് അന്വേഷിക്കുന്നത്? ഗന്ധർവൻ വീണ്ടും പാർവതിക്ക് പാഴ്സൽ അയച്ചു തുടങ്ങി. ഗന്ധർവൻ എങ്ങനെ പാഴ്സൽ അയക്കാനാ? അതിനൊരു ചാൻസും ഇല്ലല്ലോ. അതെന്താ മോഹൻ ഇത്രയും ഉറപ്പ്? അല്ല, പാഴ്സൽ വന്നിരുന്നെങ്കിൽ പാറു എന്നോട് പറയുമല്ലോ. അവളങ്ങനൊന്നും പറഞ്ഞില്ല. ഇപ്പോ പാർവതി നമ്മളിൽ നിന്നും പലതും മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ പാഴ്സലിന്റെ കൂടെ വന്ന കത്ത് എന്റെ കയ്യിലുണ്ട്. അത് വായിച്ചപ്പോ ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആരുമാണ് ഗന്ധർവനെന്ന് എനിക്ക് തോന്നി. അയാൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാ രാവിലെ എല്ലാവരോടും സജഷൻ ബോക്സിൽ കത്തെഴുതിയിടാൻ ഞാൻ പറഞ്ഞത്. ഗന്ധർവന്റെ കൈയക്ഷരവുമായിട്ട് മാച്ച് ചെയ്ത് ആളെ കണ്ടുപിടിക്കാനാണല്ലേ പ്ലാൻ? അതെ, ഗംഭീര ഐഡിയ ആണ് സാർ. എന്നിട്ട് ആളെ കിട്ടിയോ? നോ. എങ്ങനെ മാച്ച് ആവാനാ? പ്രിയൻ ഇവിടെ ഇല്ലല്ലോ. അപ്പോ ഗന്ധർവൻ ഈ കമ്പനിയിലുള്ള ആരും അല്ല അല്ലേ സാർ? അങ്ങനെ ഉറപ്പിക്കാറായിട്ടില്ല. പ്രിയന്റെ കൈയക്ഷരം കൂടി ഒന്ന് ചെക്ക് ചെയ്യണം. പ്രിയന്റെ കയ്യിൽ നിന്ന് ഒരു സജഷൻ ലെറ്റർ എഴുതി വാങ്ങിക്കൊണ്ടുവരാനാവോ മോഹന്? മോഹൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ നോക്കുന്നതെന്ന് എനിക്കറിയാം. പ്രിയനെ എനിക്ക് വിശ്വാസമാ. ഗന്ധർവൻ അവനല്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാ ഞാനിത് ചോദിക്കുന്ന. അയ്യോ സാർ, അത് സാറ് പറഞ്ഞിട്ട് വേണോ എനിക്കറിയാൻ? സാറിനിപ്പോ പ്രിയന്റെ കൈയക്ഷരത്തിൽ ഒരു കത്ത് കിട്ടിയാ പോരെ? പാറുവിന് വേണ്ടിയും സാറിന്റെ സംശയം മാറാൻ വേണ്ടിയും ഞാനത് ഒപ്പിച്ചുകൊണ്ട് വരാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. എനിക്ക് വേണ്ടിയാണ് ആ ലെറ്റർ മോഹൻ എഴുതി വാങ്ങുന്നതെന്ന് പ്രിയൻ അറിയാൻ പാടില്ല. ഞാൻ പ്രിയനെ സംശയിക്കുന്നുണ്ടെന്ന് പ്രിയന് തോന്നിയ അവനത് ഒരുപാട് വിഷമാവും. അതുകൊണ്ട് കാര്യങ്ങളെല്ലാം നയത്തിൽ കൈകാര്യം ചെയ്യണം. അതൊക്കെ ഞാൻ നോക്കിക്കോളാം സാർ. ഇന്ന് തന്നെ ലെറ്റർ എഴുതി വാങ്ങി ഞാൻ സാറിനെ ഏൽപ്പിക്കാം. താങ്ക്സ് മോഹൻ. മോനെ പ്രിയ, ഞാൻ അറിയാതെ നീ പാറുവിനും പാഴ്സൽ അയച്ചല്ലേ? അപ്പോ നിന്നെ കൊണ്ട് അവളെ മറക്കാൻ കഴിയില്ലെന്ന് ഉറപ്പായി. കുറെ ആയില്ലേ നീ ഗന്ധർവനായി നാടകം കളിക്കാൻ തുടങ്ങിയിട്ട്? ആ നാടകം കൈലാസാറ് പൊളിക്കുകയാണെങ്കിൽ ആകട്ടെ.